CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും രൂക്ഷ വിമർശനം. സർക്കാർ പ്രതിസന്ധി നേരിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ അകമ്പടി യാത്ര തുടരുന്നത് തെറ്റായ നടപടിയെന്നാണ് വിമർശനം. വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം ഉയർന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. CPIM-നെതിരെ നിലപാട് പറയാൻ ബിനോയ് വിശ്വത്തിന് മുട്ടുവിറയ്ക്കുന്നുവെന്നാണ് വിമർശനം. CPI മന്ത്രിമാരിൽ കെ രാജൻ ഒഴികെയുള്ള മറ്റ് 3 പേരുടെയും പ്രവർത്തനത്തിൽ വൻ വീഴ്ചയെന്നും വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ആകെ കൂടെ വൻ വിമർശനങ്ങളാണ് CPI സമ്മേളനത്തിൽ ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആർക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം? ബിനിൽ, ഇന്നലെയാണ് CPIയുടെ പ്രതിനിധി സമ്മേളനം തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആരംഭിച്ചത്. ഇന്നലെ 4 മണിക്കൂറോളം സമയമാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഉടനീളം സംസ്ഥാന സർക്കാരിനും CPIയുടെ തന്നെ മന്ത്രിമാർക്കും CPI സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും അടക്കം നിശിതമായ വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. പൊതുചർച്ചയിൽ രാഷ്ട്രീയകാര്യ വിഷയത്തിന്മേലുള്ള ചർച്ചകളിൽ 4 മണിക്കൂറിലേറെ സമയം ചർച്ച ചെയ്ത 15 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളും തുടർച്ചയായി വിമർശനങ്ങൾ ഈ സംവിധാനങ്ങൾക്കെതിരെ ഉയർത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട വിമർശനം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയാണ്. ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ അകമ്പടി യാത്രയെക്കുറിച്ചാണ് വലിയ വിമർശനം ഉയർന്നത്. സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി അടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേർന്നതല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം. പിണറായി വിജയനേക്കാൾ വലിയ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ കേരളത്തിലുടനീളം സഞ്ചരിച്ചത് ഇത്തരത്തിലുള്ള അകമ്പടി വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ട്രെയിനിലും മറ്റുമാണ്. അതൊരു മാതൃകയാക്കേണ്ട സംഗതിയാണ്. അത് പക്ഷേ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. രണ്ടാമതായി മകൾ വീണ തൈക്കൊണ്ടയുടെ ഭാഗത്തു നിന്നുണ്ടായ മാസപ്പടി വിവാദം അത് സംസ്ഥാന സർക്കാരിൻ്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിച്ചു. തെരഞ്ഞെടുപ്പുകളിലടക്കം അത് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതിന് കാരണമായി. ഇനി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രി സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. റിയാസ് LDF-നും സർക്കാരിനും മുന്നേ കാര്യങ്ങൾ പറയുന്നതും നിലപാട് സ്വീകരിക്കുന്നതിനും വലിയ എതിർപ്പാണ് സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെതായിട്ടുള്ള പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞ് താറുമാറായി കിടക്കുമ്പോൾ അത് പരിഹരിക്കാൻ യാതൊരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും മുഖ്യമന്ത്രിയും കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനം. ഇനിയൊന്ന് CPIM-ന്റെ എതിരെ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന് മുട്ടുവിറയ്ക്കുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി രാജനടക്കമുള്ള CPI മന്ത്രിമാരും ഒരേപോലെ തന്നെയാണ്. CPM-നെതിരെ നിലപാട് പറയാൻ മന്ത്രിമാരടക്കം സംസ്ഥാന സെക്രട്ടറി അടക്കം തിരികെയുള്ള മുഴുവൻ മന്ത്രിമാരും പരാജയം എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് എന്നുള്ള ഒരു വകുപ്പ് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. കൃഷിമന്ത്രി ചെരുപ്പിട്ട് നടന്നാൽ മാത്രം പോരാ, വാർ ചെരുപ്പിട്ട് നടന്നാൽ മാത്രം പോരാ. അതേപോലെ തന്നെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കർഷകരുടെ നെല്ലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ അടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രിയെ കാണാനില്ല എന്ന് പറയുന്നു. GR അനിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭരണം നടത്തുന്നു. പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്കോ സർക്കാരിനോ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നടത്തിയ CPIയുടെ വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് ധനമന്ത്രിക്കെതിരെയായിരുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഒരു തരത്തിലും പണമില്ല എന്ന് പണം അനുവദിക്കുന്നില്ല. സർക്കാരിൻ്റെ ഈ പണമില്ല എന്ന് പറയുന്ന മന്ത്രി CPM മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് വാരിക്കോരി പണം വിതരണം ചെയ്യുന്നുവെന്നും പറയുന്നു. അതിന് അല്പസമയങ്ങൾക്ക് മുൻപ് ധനമന്ത്രി തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. CPIയുടെ വിമർശനത്തിന് ധനമന്ത്രി അദ്ദേഹം മറുപടി പറഞ്ഞു. എല്ലാ വകുപ്പുകൾക്കും ഒരുപോലെയാണ് ധനവകുപ്പ് പണം അനുവദിക്കുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇടതു പാർട്ടികളുടെ സമ്മേളനത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ് എന്നിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതായാലും CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന്റെ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന സെക്രട്ടറി ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എത്തി മറുപടി പറയും. സംസ്ഥാന സെക്രട്ടറി പറയുന്ന മറുപടികൾ പ്രധാനപ്പെട്ടതാകും. കൂടി ഉയർന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ. താങ്ക് യു ലെവിൻ.